ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഏത്തപ്പഴവും മുട്ടയും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു നല്ല എളുപ്പത്തിലുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. നമുക്കിനി റെസിപ്പിയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 3 മുട്ട വേണം. പിന്നെ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം വേണം. നല്ല പഴുത്തയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. കഴിയുന്നത് നല്ല പഴുത്തത് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ മുട്ടയും പഞ്ചസാരയും ഏത്തപ്പഴത്തിൻ്റെ കുറച്ച് പീസും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചെടുക്കണം. പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കര ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇനി നമുക്ക് ആ മുട്ടയിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ആ പഴത്തിൻ്റെ കുറച്ച് പീസ് ഇട്ട് കൊടുക്കണം. കുറച്ച് മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം പിന്നെ മിക്സിയിൽ വെച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ. കണ്ടോ, ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗോതമ്പ് മാവിലേക്ക് കുറച്ച് ഈ കൂട്ടിങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ട കെട്ടാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് നെയ്യോ ഓയിലോ ഒക്കെ വേണമെങ്കിൽ ഒഴിക്കാവുന്നതുമാണ്. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുവാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മറന്നുപോയിട്ടാണ് ഈ ലാസ്റ്റ് ചേർത്തത്. ഇനി നമുക്കിതുപോലത്തെ ഒരു പാത്രം എടുത്തു കൊടുത്ത് അതിലേക്കൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ കൂട്ടിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഏത്തപ്പഴത്തിൻ്റെ ആ പീസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ഭംഗിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നട്ട്സ് റൈസിൻസ് ഒക്കെ ഇടാവുന്നതാണ് കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലൊരു പാൻ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്ത് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. സ്റ്റീമറിൽ വെച്ചിട്ടും ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 to 25 മിനിറ്റ്സ് വേണം ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അധികം ഓയിലോ ഫ്രൈ ഒന്നും അല്ല, ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്. കണ്ടോ, ഇപ്പോൾ ഞാനൊരു 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കണം. എന്നിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. വലിയ പാടൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇതിപ്പോൾ നല്ല ടേസ്റ്റായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്നാക്കാണ്. കണ്ടോ,
തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല പഞ്ഞി പോലത്തെ ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്